നോമിനേഷൻ പ്രക്രിയയിൽ അഭിഷേകും ജാസ്മിനും ഒരുമിച്ചാണ് പോയത്. രണ്ടുപേരും അടിപൊളിയായിട്ട് സംസാരിച്ചു. രണ്ടുപേരും പരസ്പരം വിട്ടുകൊടുക്കാനായിട്ട് തയ്യാറായിരുന്നില്ല. അഭിഷേക് അവിടെ ജാസ്മിന്റെ കുറവുകൾ എടുത്തു കാണിച്ചുകൊണ്ട് തന്നെ സംസാരിക്കുന്നുണ്ടായിരുന്നു. അവിടെ രണ്ടുപേരായിട്ട് നിന്നിട്ട് ഒറ്റക്കെട്ടായി നിന്ന് ഗെയിം കളിച്ചു. ഇവിടെ ഒരു ഇൻഡിവിജ്വൽ ആയിട്ട് നിന്നിട്ട് ജാസ്മിൻ ഗെയിം കളിച്ചില്ല. അതുകൊണ്ട് തന്നെ ഒറ്റയ്ക്ക് നിന്ന് ഇനി ഒരു തവണ നോമിനേഷനിൽ പോയി നോക്ക് എന്നുള്ള രീതിയിലാണ് അവിടെ സംസാരിച്ചത്. ജാസ്മിൻ അവിടെ പറയുന്നുണ്ടായിരുന്നു, കഴിഞ്ഞ ആഴ്ചയിൽ പവർ റൂമിൽ വന്നിട്ട് അഭിഷേക് എന്താണ് ഇവിടെ ചെയ്തത് എന്ന് ചോദിച്ചപ്പോൾ അഭിഷേക് ചെയ്ത കാര്യങ്ങൾ അവിടെ പോയിന്റ് ഔട്ട് ചെയ്ത് പറയുന്നുണ്ടായിരുന്നു. പ്രാങ്ക് നടക്കുന്ന സമയത്ത് ഞാൻ അവിടെ സംസാരിച്ചില്ലേ, വീട്ടിൽ ഓരോ കാര്യങ്ങളും ഞാൻ ഇടപെടുന്നുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവിടെ പോയിന്റ് ഔട്ട് ചെയ്തിട്ട് അഭിഷേക് അവിടെ പറയുന്നുണ്ട്. പക്ഷേ ജാസ്മിൻ അവിടെ എടുത്തു ചൂണ്ടിക്കാണിക്കുന്നുണ്ടായിരുന്നു, ലാലേട്ടനും അതുപോലെ തന്നെ വന്ന ഗസ്റ്റുകളും ഒക്കെ അഭിഷേക് ഒന്നും ചെയ്തില്ല എന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ അഭിഷേക് ഈ വീക്കിൽ നോമിനേഷനിൽ പോകണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നതെന്ന് അവിടെ ജാസ്മിൻ പറഞ്ഞപ്പോൾ അവിടെ അഭിഷേക് പറയുന്നുണ്ടായിരുന്നു, ജാസ്മിൻ പോകണം, ജാസ്മിൻ ഇൻഡിവിജ്വലി ഒരു തവണ പോയി നോക്ക് നോമിനേഷനിൽ, അല്ലാതെ ഇവിടെ നിന്നിട്ട് കാര്യമില്ല. കൃത്യമായിട്ട് ഒരു അപകടം ഉണ്ടാകുന്ന തരത്തിലാണ് കഴിഞ്ഞ ആഴ്ച പെരുമാറിയത്. അങ്ങനെ ഒരു അപകടകരമാം വിധം പെരുമാറിയ ഒരു വ്യക്തി ഇവിടെ നിൽക്കണോ വേണ്ടിയോ എന്ന് പ്രേക്ഷകർ തീരുമാനിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് പരസ്പരം രണ്ടുപേരും വിട്ടുകൊടുക്കാനായിട്ട് തയ്യാറായില്ല. രണ്ടുപേരും നോമിനേഷനിൽ ഒരുമിച്ച് വരാനാണ് തീരുമാനിച്ചിരിക്കുന്നത്.